Okay, അപ്പോൾ നമുക്ക് next question എന്താന്ന് നോക്കാം. A horizontal beam AB of length 10 meter is acted upon by a set of forces as shown in figure. Determine the magnitude, direction and position of the resultant. Okay, question ഡയറക്റ്റ് ആയിട്ട് ഇതിൽ മൊമെന്റ് ആണെന്നൊന്നും പറയുന്നില്ല, ബട്ട് റിസൾട്ടന്റിന്റെ പൊസിഷനും ഡയറക്ഷനും ഒക്കെ കാണാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി അത് മൊമെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്. ബീം എ ബി, ഫോഴ്സുകൾ 1 kilonewton, then 1.5 kilonewton, 30 degree inclination, point C, the distance is 3 meter, then 4 meter distance 1 kilonewton, inclination is 45 degree, distance 3 meter, point B, then inclination is 60 degree with horizontal and the magnitude is 2 kilonewton. Okay, so we have to find the magnitude, direction and position of resultant force. Okay, so ഇതിലും നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് സിഗ്മ എഫ് എക്സ് എഫ് വൈ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ചെയ്താൽ റിസൾട്ടന്റ് 6 കിട്ടും. ദെൻ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. അപ്പോൾ അത് വെച്ച് നമ്മൾ റിസൾട്ടന്റിന്റെ പ്രോസസ്സ് ചെയ്യും. സോ ഈ സിഗ്മ എഫ് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 1 kilonewton ഫോഴ്സിന് ഹൊറിസോണ്ടൽ എഫക്റ്റ് ഇല്ല. ദെൻ 1.5 kilonewton ഫോഴ്സ് നമുക്കിത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് മാറ്റി വരയ്ക്കാം. സോ 1.5 kilonewton എന്ന് പറയുന്നൊരു ഫോഴ്സ്. So this is 1.5 kilonewton. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 30. സോ 1.5 cos 30 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും 1.5 sin 30 വെർട്ടിക്കൽ കമ്പോണൻറ്റും പ്ലസ് എക്സ് ആക്സിസിലായതുകൊണ്ട് അതിൻ്റെ വാല്യൂ പ്ലസ് 1.5 cos 30. നെക്സ്റ്റ് ഏത് ഫോഴ്സ് വരുന്നത്? 1 kilonewton ഫോഴ്സ്. സോ 1 kilonewton ഫോഴ്സിനെയും മാറ്റി വരച്ചു. ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് 1 kilonewton എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. സോ ദിസ് ഈസ് 1. ദെൻ ആംഗിൾ 45, ഒബിയസ്ലി മറ്റേതും 45. സോ 1 kilonewton ഫോഴ്സ് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ് വരുന്നത്. അപ്പം -1 cos 45. ഇനി ഏതാണ് നെക്സ്റ്റ് ഫോഴ്സ്? 2 kilonewton ഫോഴ്സ്. സോ 2 ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് 60 ഡിഗ്രിയിൽ. സോ ഇതിനെയും എക്സ്റ്റെൻഡ് ചെയ്തു. അഗെയിൻ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 60 ഡിഗ്രി. സോ -2 cos 60 എന്ന് വരും. ഓക്കെ, സോ ഇത്രയും ചെയ്യുമ്പം സിഗ്മ എഫ് എക്സിൻ്റെ ആൻസർ കിട്ടും. സോ ദാറ്റ് വാല്യൂ ഈസ് കമ്മിങ് ആസ് -0.408 kilonewton. Similarly, sigma എഫ് വൈ, vertical force 1 kilonewton acting in downward direction, so -1. Then 1.5 kilonewton force in the vertical component -1.5 sin 30. എന്തുകൊണ്ട് മൈനസ്? അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ് ആണ്. സോ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് -1.5 sin 30. ഇനി ഈ ഒരു 1 kilonewton ഫോഴ്സിന്റെ ഡൗൺവേർഡിലോട്ടുള്ള എഫക്റ്റ് 1 sin 45, ബട്ട് അഗെയിൻ -1 sin 45. 2 kilonewton ഫോഴ്സിന്റെ വെർട്ടിക്കൽ ഫോഴ്സിന്റെ എഫക്റ്റ് 2 sin 45, അതും മൈനസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക. സോ ഇത്രയും ചെയ്യുമ്പം സിഗ്മ എഫ് വൈയുടെ ആൻസർ കിട്ടും. So that is coming as -4.189 kilonewton. Sigma fx ഉം fy ഉം കാൽക്കുലേറ്റ് ചെയ്താൽ r is equal to root of sigma f x square plus sigma f y square. So ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം. സോ റിസൾട്ടിൻ്റെ ആൻസർ 4.209 kilonewton എന്നൊരു ആൻസർ കിട്ടും. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ് ആണ്. സിഗ്മ എഫ് വൈ -4.189 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ് -0.408. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആൽഫയുടെ വാല്യൂ നമുക്ക് 84.437 എന്ന് കിട്ടി. ഇതിൻ്റെ അനാലിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു
ഈ ആൽഫ കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു ഏതാണ്? സിഗ്മ എഫ് വൈയും സിഗ്മ എഫ് എക്സും. നമുക്ക് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ, ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് എത്ര ഇൻക്ലിനേഷനിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ എഫ് വൈയുടെയും എക്സിന്റെയും വാല്യൂ കിട്ടിയത് -4.189, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് -4.189 എന്നും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ -0.408. സോ ഇവിടെ ഏതോ ഒരു വാല്യൂ ആണ് -0.408. ഇവിടെയുള്ള ആംഗിൾ വാല്യൂ ആണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന 84.437. നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്? പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ഈ ഒരു ലൈൻ വരെയുള്ള ആംഗിൾ വാല്യൂ എന്തായിരിക്കും? അപ്പൊ അതിന്റെ ഡയറക്ഷൻ 180 + 84.437. ഓക്കെ, സോ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ആക്ച്വൽ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദാറ്റ് വാല്യൂ വിൽ ബി കമ്മിങ് ആസ്, സോ അങ്ങനെ തന്നെ എഴുതണം, ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു positive x-axis, that will be 264.437 degree. Clear? ഇപ്പൊ ഇത്രയും ആയാൽ മാത്രമേ നമുക്ക് ഡയറക്ഷനും കൂടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ്? പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൊമെന്റിന്റെ എഫക്ട് കൺസിഡർ ചെയ്യണം. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് മൊമെന്റ് അബൌട്ട് എ. തന്നിരിക്കുന്ന എല്ലാ വെർട്ടിക്കൽ ഫോഴ്സുകളുടെയും മൊമെന്റ്, ഹൊറിസോണ്ടൽ ഫോഴ്സുകൾക്ക് മൊമെന്റ് കൺസിഡർ ചെയ്യേണ്ട, കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0. സോ മൊമെന്റ് അബൌട്ട് എ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം 1 × പോയിന്റ് എയിൽ കൂടെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് 1 kN. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് മൊമെന്റിന്റെ എഫക്ട് 0. 1.5 kN ഫോഴ്സിന് ഒരു വെർട്ടിക്കലും ഒരു ഹൊറിസോണ്ടലും കമ്പോണന്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഫോഴ്സിന് മൊമെന്റിന്റെ എഫക്ട് ഇല്ല. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1.5 sin 30. സോ ഇവിടെ കൂടെ 1.5 sin 30 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 മീറ്റർ. സോ 1.5 sin 30 into 3. ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ വാല്യൂ പ്ലസ്. നെക്സ്റ്റ് എന്താ ഫോഴ്സ്? 1 kN ആക്ടിങ് അറ്റ് 45 ഡിഗ്രി. അതിന്റെ വെർട്ടിക്കൽ എഫക്ട് എന്ന് പറയുന്നത് 1 sin 45. സോ ഈ ഒരു പോയിന്റിൽ 1 sin 45 എന്ന് പറയുന്ന ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റും പോയിന്റ് എയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 7 മീറ്റർ. ദെൻ അതും ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് 1 sin 45 into 7. ഇനി അതുപോലെ നെക്സ്റ്റ് ഏതാ ഫോഴ്സ് ഉള്ളത്? 2 kN at 60 ഡിഗ്രി. സോ അതിന്റെ കമ്പോണൻസ് നമ്മൾ എടുത്തപ്പോൾ മനസ്സിലായി, അവിടെയും ഒരു വെർട്ടിക്കൽ ഫോഴ്സ് 2 sin 60 ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റും പോയിന്റ് എയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 3 + 4 + 3, that is 10 മീറ്റർ. സോ 2 sin 60 at a distance of 10 meter. സോ ഈ സ്റ്റെപ്പിന്റെ ആൻസർ നമുക്ക് 24.52 kN മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ നെറ്റ് ഫോഴ്സുകളുടെ എഫക്റ്റ് ഉണ്ടാക്കുന്ന മൊമെന്റ് എത്രയാണെന്ന് കിട്ടി. ഓക്കെ, സോ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമായി. ഇനി നമുക്ക് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെന്റ് എടുത്തു. ഈ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ ആക്ച്വലി ഇതുവരെയും കിട്ടിയിട്ടില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു നെറ്റ് എഫക്റ്റിന്റെ എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കറക്റ്റ് പൊസിഷൻ കിട്ടണമെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുത്തത് പോയിന്റ് ആർ അല്ലെങ്കിൽ റിസൾട്ടന്റ് ആർ ആക്ട് ചെയ്യുന്നുണ്ട്. അത് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ ഒരു സം ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ റിസൾട്ടന്റ് ആറിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് -0.408 വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് -4.189 എന്നും നമുക്ക് കിട്ടി. ഈ -4.189 ആയിരിക്കും ഈ ഒരു പോയിന്റിനെ റെസ്പെക്റ്റ് ആയിട്ട് റൊട്ടേഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ടന്റ് ആർ ഇൻക്ലൈൻഡ് ആണ്, ആ ഇൻക്ലിനേഷന്റെ ഡയറക്ഷൻ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ബട്ട് ഈ റിസൾട്ടന്റ് ആർ കമ്പോസ്ഡ് ഓഫ് ദീസ് ടു ഫോഴ്സസ്, -4.08 ഹൊറിസോണ്ടൽ ഡയറക്ഷനും -4.189 വെർട്ടിക്കൽ ഡയറക്ഷനും.
ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സിന് റൊട്ടേഷൻ എഫക്റ്റ് ഇല്ല. ഈ വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും റൊട്ടേഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് this moment about A will also be equal to minus 4.189 into x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുകയാണ്. സോ പോയിന്റ് ആർ അല്ലെങ്കിൽ റിസൾട്ടന്റ് ആർ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ എക്സ് എന്ന് കൊടുത്തു. സോ ഈ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യാം? ഈ തൊട്ട് മുമ്പത്തെ 24.52 ഈസ് ഈക്വൽ ടു മൈനസ് 4.189 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ എക്സിന്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 5.853 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ അതെന്താ മീൻ ചെയ്തേ? ഫോഴ്സ് അല്ലെങ്കിൽ ആ റിസൾട്ടന്റ് ആർ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ 5.853 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇത് മാത്രം ചെയ്താൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. നമുക്കറിയാം ഈ റിസൾട്ടന്റ് ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. ഈ ഇൻക്ലൈൻഡ് ഫോഴ്സും പോയിന്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് മൊമെന്റ് ആമും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ മൊമെന്റ് ആം കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് എഗെയിൻ സോ മൊമെന്റ് ആം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. മൊമെന്റ് എത്ര തന്നെയാണ്? 24.52. റൊട്ടേഷൻ കോസ് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ, അതായത് റിസൾട്ടന്റ് ആറിന്റെ വാല്യൂ 4.209. ദെൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി എന്ന് എടുക്കുകയാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിയുടെ വാല്യൂ 24.52 ഡിവൈഡഡ് ബൈ 4.209 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു മൊമെന്റ് ആമിന്റെ ഡിസ്റ്റൻസ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ആർ ആൻഡ് ദ മൊമെന്റ് സെന്റർ പോയിന്റ് എ. സോ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5.826 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. 5.826 മീറ്റർ. ഓക്കെ, സോ ഈ ഒരു പാർട്ടും കൂടെ ആക്ച്വലി പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ആ റിസൾട്ടന്റ് ആറും പോയിന്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് മൊമെന്റ് ആമും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? തേർഡ് സ്റ്റെപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാഗ്നിറ്റ്യൂഡായി, ഡയറക്ഷനായി, പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്തു. പൊസിഷൻ നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, ആ ഒരു എക്സ് ആക്സിസിലുള്ള പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്തു. ഇതല്ലാതെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് മൊമെന്റ് ആം എന്ന രീതിയിലും നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. സോ നമ്മൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ബേസ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അതിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. അതായത് ചിലപ്പം അത് ട്രയാങ്കിളിന്റെ സൈഡായിട്ടായിരിക്കും, ഒരു ഹെക്സഗന്റെ സൈഡായിട്ടായിരിക്കും ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. 3 ഫോഴ്സസ് 100 ന്യൂട്ടൺ, 200 ന്യൂട്ടൺ ആൻഡ് 300 ന്യൂട്ടൺ റെസ്പെക്റ്റീവ്ലി ആക്ടിംഗ് along 3 sides of an equilateral triangle obtain the properties of resultant. ക്വസ്റ്റ്യനിൽ ഫിഗർ ഇങ്ങനെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിൽ എന്ത് വരണം? ഇൻക്ലൂഡഡ് ആംഗിൾസിന്റെ കൺസെപ്റ്റ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സൈഡുകളെല്ലാം ഈക്വൽ. സോ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ഡയമെൻഷൻസ് തന്നിരിക്കുന്നത് 2 മീറ്റർ. സോ നമുക്ക് ഈ ഫോഴ്സുകളുടെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്ലൂസ് ആണ് ഈ ഒരു ഡയമെൻഷൻസ് എന്നും 2 മീറ്റർ എന്നും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നും ഒക്കെ തന്നിരിക്കുന്നത് വഴി മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫോഴ്സുകൾ 300 ന്യൂട്ടൺ, 200 ന്യൂട്ടൺ, ഇവിടെ 100 ന്യൂട്ടൺ. സോ ദീസ് ആർ ദ ഫോഴ്സസ്. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു ലൈനിൽ അല്ലെങ്കിൽ പല ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സ്. പക്ഷെ ഇവിടെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതിന് പകരം ഒരു ട്രയാങ്കിളിന്റെ സൈഡായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഫോഴ്സുകൾ വരയ്ക്കുന്നത്. ഇതിന് നിങ്ങളെ കൺവേർട്ട് ചെയ്ത് ഒറ്റ ഒരു പോയിന്റിലോട്ട് ആക്ട് ചെയ്ത് വരയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് അതായത് ഇപ്പം പോയിന്റ് സിയിൽ നിന്നും എയിലോട്ടുള്ള ഡയറക്ഷനിൽ 300 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ആ ഫോഴ്സിനെ റിസോൾവ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ സിംഗിൾ പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ നേരത്തെ പ്രോബ്ലംസിൽ ചെയ്തതുപോലെ മാറ്റി വരയ്ക്കേണ്ട കാര്യമില്ല. സോ ഈ ഒരു ഫിഗറിനെ തന്നെ ഞാൻ കുറച്ചും കൂടെ ഈ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ മാറ്റി വരയ്ക്കുവാണ്. സോ ദിസ് ഈസ് 300 ന്യൂട്ടൺ. ഈ ഒരു ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനുണ്ട്. പോയിന്റ് എ, ബി, ഇവിടെ 100 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്.
and this is 200 Newton force. ഈ 200 ന്യൂട്ടൺ അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സിസ് വെച്ച് റിസോൾവ് ചെയ്തുകൊണ്ടാൽ മതി. ഓക്കെ, സോ നമുക്ക് റിസൾട്ടന്റിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒബ്വിയസ്ലി അവർ എന്ത് ഉദ്ദേശിക്കുന്നത്? മൊമെന്റ് ചെയ്യുക, ഫോഴ്സുകളുടെ മൊമെന്റ് വെച്ച് വേണം റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ സിഗ്മ എഫ് എക്സ് എടുക്കുവാണ്. ഓക്കെ, സോ ഈ ഫിഗർ നോക്കിയേ, എന്തൊക്കെയുണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? 100 ന്യൂട്ടൺ ഫോഴ്സ് റൈറ്റ് ഡയറക്ഷനിലോട്ട്, നമ്മുടെ സൈൻ കൺവെൻഷൻ അപ്പ് പോസിറ്റീവ് റൈറ്റ് പോസിറ്റീവ്. 100 ന്യൂട്ടൺ ഫോഴ്സ് പ്ലസ് എക്സ് ആക്സിസിലോട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഫോഴ്സ് 200 ന്യൂട്ടൺ, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, തീറ്റ ഇൻക്ലിനേഷനിൽ. ഈ തീറ്റ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഓക്കെ, സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു നോക്കി, 200 കോസ് 60, നെഗറ്റീവ് എക്സ് ആക്സിസിലായതുകൊണ്ട് മൈനസ്, സോ 200 കോസ് 60. നെക്സ്റ്റ് ഏത് ഫോഴ്സ് ഉണ്ട്? 300 ന്യൂട്ടൺ ഫോഴ്സ്, ഇതുപോലെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ 60 ആയതുകൊണ്ട് ഈ ആംഗിളും 60 ഡിഗ്രി ആണ്. ഓക്കെ, സോ 300 ന്യൂട്ടൺ ഈ ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയറക്ഷനിലോട്ട് നമുക്ക് റിസോൾവ് ചെയ്തെടുക്കണം. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് മൈനസ് 300 കോസ് 60 എന്ന് വരും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. സോ ദാറ്റ് വിൽ ബി സിഗ്മ എഫ് എക്സ്. സിമിലർലി സോ സിഗ്മ എഫ് എക്സിന്റെ ആൻസർ ചെയ്തു വരുമ്പോഴത്തേക്കും മൈനസ് 150 കിലോ ന്യൂട്ടൺ എന്ന് വരും. സോ ന്യൂട്ടൺ മൈനസ് 150 ന്യൂട്ടൺ, യൂണിറ്റ് തന്നിരിക്കുന്നത് ന്യൂട്ടണിലായതുകൊണ്ട് മൈനസ് 150 ന്യൂട്ടൺ. സിമിലർലി സിഗ്മ എഫ് വൈയുടെ വാല്യൂസ് എന്ന് നോക്കി, 100 ന്യൂട്ടണിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഒന്നും ഇല്ല. 200 ന്യൂട്ടൺ ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് പോസിറ്റീവ് വൈ ആക്സിസിലായതുകൊണ്ട് 200 സൈൻ 60. ഇനി 300 ന്യൂട്ടന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും, 300 സൈൻ 60. സോ ഇതിന്റെ ആൻസർ ചെയ്തു വരുമ്പോഴത്തേക്കും മൈനസ് 86.6 ന്യൂട്ടൺ. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, സം ചെയ്തിട്ട് റൂട്ട് എടുക്കുമ്പോഴത്തേക്കും റിസൾട്ടന്റിന്റെ വാല്യൂ 173.205 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ റിസൾട്ടന്റിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൽ നമ്മൾ ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഡയറക്ഷൻ. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. തന്നിരിക്കുന്ന വാല്യൂസ് എത്രയാണ്? സിഗ്മ എഫ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം 86.6 എന്നും എഫ് എക്സ് 150. ഞാനിവിടെ സൈൻ ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ തീറ്റയുടെ വാല്യൂ 29.99 or let's take it as 30 ഡിഗ്രി. സോ ഈ 30 ഡിഗ്രി എന്തായിരുന്നു? നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 173.205 എന്ന് കിട്ടി. അതിന്റെ ഏത് ക്വാഡ്രന്റിലാണെന്ന് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് നോക്കി? ഈ സിഗ്മ എഫ് എക്സിന്റെയും സിഗ്മ എഫ് വൈയുടെയും സൈൻ നോക്കി, മൈനസ് ആൻഡ് മൈനസ്. അതായത് ഈ ഒരു ക്വാഡ്രന്റിലാണ് റിസൾട്ടന്റ് കിടക്കുന്നത്. അത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 30 ഡിഗ്രി. സോ മാഗ്നിറ്റ്യൂഡ് 173.205 ന്യൂട്ടൺ, 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. നമുക്ക് എപ്പോഴും എന്ത് വേണം? ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ്. ഈ ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നുമുള്ള ആംഗിൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? 180 പ്ലസ് 30 210 ഡിഗ്രി. ഇതും കൂടെ ചെയ്താലേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കി, ഡയറക്ഷൻ നോക്കി. ഇനി ഇത് എവിടെ ആക്ട് ചെയ്യുന്നു എന്നും കൂടെ പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മളപ്പം എന്ത് ചെയ്യണം? മൊമെന്റ് എടുത്ത് നോക്കണം. ഈ ഫോഴ്സുകളുടെ മൊമെന്റ് എടുത്താൽ മാത്രമേ ഈ റിസൾട്ടന്റ് ട്രയാങ്കിളിൽ കൂടെയാണോ പാസ് ചെയ്യുന്നത്, ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണോ റൈറ്റ് സൈഡിൽ കൂടെയാണോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൊമെന്റ് കൺസിഡർ ചെയ്യണം. ഫോഴ്സുകളുടെ മൊമെന്റ് കൺസിഡർ ചെയ്യാൻ നേരത്ത് നോക്കിയേ, പോയിന്റ് എയിൽ എടുത്താൽ എനിക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 300 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സും
100 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സും പോയിന്റ് എയിൽ കൂടെ പാസ് ചെയ്യുന്നു. നമ്മൾ മൊമെന്റിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഫോഴ്സുകൾ ഏത് പോയിന്റിൽ കൂടെ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ കൂടെയാണ് ഒരു ഫോഴ്സ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സിന് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇല്ല അല്ലേ. നമ്മളിപ്പം ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ കൂടെ ആക്ട് ചെയ്യുവാണെങ്കിൽ അതിന് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇല്ല. ബട്ട് F1 അറ്റ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് മൊമെന്റ് അബൌട്ട് എ എടുക്കാം, ബി എടുക്കാം, സി എടുക്കാം. അപ്പം ഇവിടെ ഞാൻ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്നുണ്ട്. കാരണം മൊമെന്റ് അബൌട്ട് എ എടുത്താൽ 300 ന്യൂട്ടന്റെ എഫക്റ്റും നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും, ഈ 100 ന്യൂട്ടൺ ഫോഴ്സിന്റെ എഫക്റ്റും നള്ളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ എഫക്റ്റ് എന്തിന്റെ വരുള്ളൂ, 200 ന്യൂട്ടൺ ഫോഴ്സിന്റെ വേർട്ടിക്കൽ എഫക്റ്റ് മാത്രമേ പിന്നെ അവിടെ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? സോ അങ്ങനെ എടുക്കുവാണെങ്കിൽ 200 ന്യൂട്ടന്റെ വേർട്ടിക്കൽ കമ്പോണന്റ് ഏതാ, 200 ഇൻറ്റു സൈൻ 60. അതാണല്ലോ ഈ വേർട്ടിക്കൽ കമ്പോണന്റ്. അത് പോയിന്റ് എയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നേ, ട്രയാങ്കിളിന്റെ ബേസ് ഡയമെൻഷൻ തന്നിട്ടുണ്ട് 2 മീറ്റർ. സോ ഇതാണ് അവിടുത്തെ മൊമെന്റ്. അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ, പോയിന്റ് എ റെസ്പെക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോഴ്സ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിയും. സോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് മൈനസ് സൈൻ ഇട്ടു. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 200 സൈൻ 60 ഇൻറ്റു 2. സോ ആൻസർ -346.4 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. സോ ദിസ് ഈസ് ദ മൊമെന്റ് ക്രിയേറ്റഡ് ബൈ ദിസ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. ഇനി ഈ ഒരു ട്രയാങ്കിളില് റിസൾട്ടന്റിന്റെ വാല്യൂ നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു 173.205. ഈ റിസൾട്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റൊട്ടേറ്റിംഗ് എഫക്റ്റും സെയിം ആണ്. ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്തേ, വാരിഗ്നൻസ് തിയറം. തന്നിരിക്കുന്ന എല്ലാ ഫോഴ്സുകളുടെയും മൊമെന്റവും റിസൾട്ടന്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മൊമെന്റും ഈ വാല്യൂമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ റിസൾട്ടന്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം റിസൾട്ടന്റ് 173.205 ആക്ടിങ് അറ്റ് എൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി ഫ്രം ഹൊറിസോണ്ടൽ. ഈ ഒരു ഫോഴ്സിന്റെ ഞാനിപ്പം ജസ്റ്റ് പൊസിഷൻ നമുക്കറിയില്ല, എന്നാലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഈ ഒരു ബേസിൽ നിന്നും ഈ ഒരു 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ 173.205 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടല്ലോ. സോ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് പോയിന്റ് എയിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇല്ല. ഈ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് അതായത് ആർ വൈ ഇക്വേറ്റ് ടു എഫ് വൈ തന്നെയാണ്, സിഗ്മ എഫ് വൈ തന്നെയാണ്. നോക്കി, നമ്മൾ റിസൾട്ടന്റ് ആറിന്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് എഫ് എക്സും എഫ് വൈയും. സോ ഈ എഫ് വൈ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിനായിരിക്കും റൊട്ടേറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ എഫ് വൈ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതായിരിക്കും -346.4 ന്യൂട്ടൺ മീറ്റർ. എഫ് വൈയുടെ വാല്യൂ അറിയാം, എഫ് ഐ എത്രയാണ്, -86.6. സോ ഈ എഫ് ഐയുടെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. സോ -86.6 ഇൻറ്റു എക്സ് ഈക്വൽ ടു -346.4. സോ ഇതിൽ നിന്നും എക്സിന്റെ വാല്യൂ 4 മീറ്റർ എന്ന് കിട്ടും. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 4 മീറ്റർ. പോയിന്റ് എയും ഈ റിസൾട്ടന്റിന്റെ വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ എന്ന് കിട്ടി. ഇത് മാത്രം കിട്ടിയാൽ പോരാ, നമ്മളിപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിലുള്ള പൊസിഷൻ ഐഡന്റിഫൈ ചെയ്തു. നമുക്ക് എന്തും കൂടെ വേണം, പോയിന്റ് എയും ഈ റിസൾട്ടന്റ് ഫോഴ്സും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം നമ്മൾ റിസൾട്ടന്റ് ആർ വെച്ച് തന്നെ മൊമെന്റ് എടുക്കണം. എഗെയിൻ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇൻ എഫക്റ്റ് എത്രയാണ്, -346.4 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ -346.4
4 എന്ന് പറയുന്നത് R into D. ഇവിടെ R എന്ന് പറയുന്നത് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആയ 173.205. So 173.205 into D. D എന്ന് പറയുന്നത് മൊമെന്റ് ആം. പോയിന്റ് ഓഫ് ആക്ഷനും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് ആം. ആ മൊമെന്റ് ആമിന്റെ വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതിൽ നിന്നും ഡിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 346.4 divided by 173.2 ചെയ്യുമ്പോഴത്തേക്കും 1.99 or we can take it as 2 meter. ഓക്കെ, ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് റിസൾട്ടന്റ് ആറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു, ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താലും എന്ത് വേണം? വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസും കണ്ടുപിടിക്കണം. ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഒരു പോയിന്റിന് പല രീതിയിലായിരിക്കും ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. ബട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് പോസിറ്റീവ് എക്സ് ആക്സിസിന് എത്ര ആക്സിസ് ഡെഫിനിഷൻ പറയാൻ പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ചെയ്യണം. സോ 210 ഡിഗ്രി എന്ന് കണ്ടു. ദെൻ ഇതുപോലെ നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് എയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, മൊമെന്റ് ആം അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്നുണ്ട്, രണ്ട് വാല്യൂസ് എക്സിന്റെ ടേംസിലും ഡിയുടെ ടേംസിലും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത് ഒരു ടൈപ്പ് പ്രോബ്ലം.